വരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ടു നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയന ദൈവമെന്ന് 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 കുരി വരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ടു നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയന ദൈവമെന്ന് ദൈവമെന്ന് ദൈവമെന്ന്. പമ്പാപരസ്ഥടം ലോകമനോഹരം പങ്കിലമാക്കരുതേ രക്ത പങ്കിലമാക്കരുതേ. പമ്പാപരസ്ഥടം ലോകമനോഹരം പങ്കിലമാക്കരുതേ രക്ത പങ്കിലമാക്കരുതേ. വിന്ധ്യഹിമാചല സസ്യശാനുകളിൽ വിത്ത് വിതക്കരുതേ വർഗീയ വിത്ത് വിതക്കരുതേ. കുറി വരച്ചാലും കുരിശു വരച്ചാലും കമ്പിട്ട് നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയന ദൈവമെന്ന് ദൈവമെന്ന് ദൈവമെന്ന്. ഗീതയും ബൈബിളും വിശുദ്ധ ഖുറാനും ഭാരതഹൃദയമല്ലോ അദ്വൈത ഭാരത ഹൃദയമല്ലോ. ഗീതയും ബൈബിളും വിശുദ്ധ ഖുറാനും ഭാരതഹൃദയമല്ലോ അദ്വൈത ഭാരത ഹൃദയമല്ലോ. സിന്ധുവും ഗംഗയും വൈഗയും നീളവും ഇന്ത്യ തൻ അക്ഷയനിധികൾ എന്നെന്നും ഇന്ത്യ തൻ ഐശ്വര്യ കനികൾ. കുരി വരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ട് നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയന ദൈവമെന്ന് ദൈവമെന്ന് ദൈവമെന്ന്. നല്ലൊരു ഡിവോഷണൽ സോങ്ങോടുകൂടി ഇന്നത്തെ ഗുഡ് ഈവനിങ് ഗൾഫിൻ്റെ എപ്പിസോഡ് ആരംഭിക്കുകയാണ്. നിങ്ങൾക്ക് വിളിക്കാം താഴെ കാണുന്ന നമ്പറിലേക്ക് 05880413110 05852313110 നമ്പറിലേക്ക് വിളിക്കുക. ഇന്ന് നമ്മുടെ കൂടെ നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യുന്നത് നമ്മുടെ രാമചന്ദ്രൻ്റെ പ്രസൻറ്റ് അഡ്രസ് എന്താ പെർമനൻറ്റ് അഡ്രസ് എന്താ കാര്യം ഹിസ് ഫ്രം
ഫ്രം കാസർഗോഡ് കാസർഗോഡ് അല്ലേ? കേരള. കേരള. അതെ. ഇപ്പൊ താമസിക്കുന്നത് നാട്ടില് താമസം അവിടെ കാസർഗോഡ് തന്നെ. കാസർഗോഡ് തന്നെയാണ്. അതെ അതെ അതെ. അപ്പൊ പിന്നെ കന്നഡയൊക്കെയാണെന്ന് പറഞ്ഞു. അല്ല, അത് കാസർഗോഡ് നമ്മള് എൻ്റെ ലാംഗ്വേജ് കന്നഡാണ്, പക്ഷെ സംസാരിക്കുന്ന മലയാളമാണ്. മലയാളം. കാസർഗോഡ് ആകുമ്പോൾ ഒരു ഡിഫറെൻ്റ് ആണല്ലേ. അല്ല, എനിക്ക് മനസ്സിലായില്ല. ഞാൻ കാസർഗോഡ് മലയാളിയാണ്, പക്ഷെ നമ്മൾ കാസർഗോഡ് കന്നഡ ലാംഗ്വേജ് ഉണ്ടല്ലോ. എൻ്റെ സ്കൂൾ ലാംഗ്വേജ് വന്നിട്ട് കന്നഡയാണ്. അപ്പം ശരിക്കും സംസാരിക്കുമ്പോ ഒരു മലയാളി ടച്ചിന്റെ ഇതില്ല, മലയാളി ടച്ച് ഇല്ല, പക്ഷെ മലയാളം നന്നായിട്ട് സംസാരിക്കും കേട്ടോ. ഓക്കെ, നന്നായിട്ട് പാടി കേട്ടോ. ഇന്നെന്ത് പറ്റി ഒരു ഭയങ്കര ഗൗരവമൊക്കെ പിടിച്ചിരിക്കുന്നത്? സാധാരണ ഇവിടെ വരുമ്പോ നല്ല കൂളായിട്ടാ നിൽക്കുന്നത്. 7 ലാംഗ്വേജ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാസർഗോഡ്, കറക്റ്റ് ആണോ? അതെ അതെ. ഏതൊക്കെയാ? മലയാളം, കന്നഡം, മലയാളം, പിന്നെ കൊങ്കണി, തുളു, പിന്നെ ബ്യാരി ഭാഷ ഉണ്ട്. ബ്യാരി ഭാഷ. അതെന്താണ് അറിയോ? അത് ഈ അങ്ങോട്ട് ഒരു മുസ്ലിം സമുദായം അവരൊരു ബ്യാരി എന്നുള്ളൊരു, അത് കന്നഡ ഇങ്ങനെ മലയാളമായിട്ട് ഒരു മിക്സ് ആയിട്ടുള്ളൊരു ഡിഫറെന്റ്. ഈ 7 ലാംഗ്വേജും അറിയാവോ? ഇല്ലില്ല, അറിയില്ല. കന്നഡ, മലയാളം, തമിഴ്, ഹിന്ദി, ഇംഗ്ലീഷ്, തുളു അറിയാം. എനിവേ, ഫസ്റ്റ് സോങ് അല്ല, സൂപ്പർ ആയിട്ട് പാടി കേട്ടോ, നല്ല സൂപ്പർ ആയിട്ട് പാടി. എനിക്കൊന്ന് ആൽബം സോങ്സിലൊക്കെ, ആൽബത്തിന്റെ പാടിയിട്ടുണ്ട്. എത്ര ആൽബം പാടിയിട്ടുണ്ട്? ആൽബം ഒരു 4-5. ഇപ്പൊ എങ്ങനെയുണ്ട് ഇപ്പം സോങ്സ് എല്ലാം? ഇപ്പൊ പരിപാടി ഇവിടെ UAE വന്ന് പരിപാടി കുറവാണ്, ഈ സാഹചര്യം അങ്ങനെ ആയിപ്പോയില്ലേ. എനിവേ, നമുക്ക് നെക്സ്റ്റ് സോങ്ങിലേക്ക് പോകാം. ഓക്കെ, ഇനി നമുക്ക് പാട്ടുകൾ മാത്രമേ ഉള്ളൂ. നല്ല കിടിലം പാട്ടുകൾ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത പാട്ട് ഏതാണ്? അടുത്തത് തുള്ളാതെ മനവും തുള്ളു എന്നുള്ള വിജയ് അഭിനയിച്ച, ദളപതി അഭിനയിച്ച ഒരു ദളപതി എന്നൊക്കെ പറയുമ്പോ എന്താണ്, അതാണ് ഇപ്പൊ ഒരു ത്രെഡ് അല്ല, ഒരു ഇലക്ഷൻ ഒക്കെ കഴിഞ്ഞുകൊണ്ട് ഇപ്പൊ ദളപതി വിജയ് മുഖ്യമന്ത്രിയായി. ആ ഫേസിലെ സന്തോഷം നോക്കി ഭയങ്കര ഫാനാണെന്ന് തോന്നല്ലോ. അതെ, ഞാനൊരു ഫാനാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ദളപതി വിജയ് സാറിന് വേണ്ടിയിട്ട് അടുത്ത സോങ് ഇന്നസൈ പാടുക. ഓക്കെ. இன்னசை பாடி வரும் இளம் காற்றுக்கு உருவமில்லை, காற்றல இல்லை என்றால் ஒரு பாட்வனி கேட்பதில்லை. ஒரு கான வருதை உள்ளம் கொள்ளை போகுதே, ஆனல் காட்சி முகவரி கண்கள் அறிவதில்லையே. இந்த வாழ்க்கையில் ஒரு பேருந்த அது தேடி தேடு தேடு மனது தொலங்கிறவே. இன்னசை பாடி வரும் இளம் காற்றுக்கு உருவமில்லை, காற்றல இல்லை என்றால் ஒரு பாட்வனி கேட்பதில்லை. கண்ணில்லை என்றாலோ நிற பார்க்க முடியாது, நிற பார்க்க முன் கண்ணை நீர் பார்க்க முடியாது. குயிலிசை போகுமே அட குயில் முகம் தேவையா, உணர்வுகள் போதுமே அத உருவம் தேவையா. கண்ணில் காட்டி தாட்டி விட்டால் கற்பனை தீர்ந்துவிடும், கண்ணில் தோன்றா காட்சி என்றால் கற்பனை வளர்ந்துவிடும். அடகாடு போல தேடும் கூடல் ஒரு சுகமே. இன்னசை பாடி வரும் இளம் காற்றுக்கு உருவமில்லை, காற்றல இல்லை என்றால் ஒரு பாட்வனி கேட்பதில்லை.
உயிலின்று இல்லாமல் உடலிங்கு விளையாதே, உயிலென்று பொருளென்று அலைபாந்து பிரியாதே. வாழ்க்கையில் நேர்களோ மிக ரகசியமானது, ரகசியம் காண்பதே நம் அவசியமானது. தேடல் உள்ள உயிர்களுக்கு தினமும் பசி இருக்கும், தேடல் என்பது உள்ளவரை வாழ்வில் ருசி இருக்கும். பாட போல தேடும் கூட ஒரு சுகமே. இன்னசை பாடி வரும் இளம் காற்றுக்கு உருவமில்லை, காற்றல இல்லை என்றால் ஒரு பாட்டொனி கேட்பதில்லை. ஒரு கான வருதை உள்ளம் கொள்ளை போகுதே, ஆனால் காட்சி முகவரி கண்கள் அறிவதில்லையே. இந்த வாழ்க்கையில் ஒரு பேருந்த அது தேடி தேடி தேடும் மனது தொலங்கிறவே. இன்னசை பாடி வரும் இளம் காற்றுக்கு உருவமில்லை, காற்றல இல்லை என்றால் ஒரு பாட்வனி கேட்பதில்லை. സൂപ്പറായിട്ട് പാടി കേട്ടോ. അത് നല്ല രസമുള്ളൊരു പാട്ട്. അത് നല്ല രസമായിട്ട് പാടി, നല്ല സൂപ്പറായിട്ട് പാടി. വിജയുടെ മൂവികളെല്ലാം റിലീസ് ആവുന്ന ദിവസം കാണാറുണ്ടോ? ഇല്ല, അങ്ങനെ റിലീസ് ആകുന്ന ദിവസമല്ല, അന്ന് കാണും ഞാൻ. എല്ലാം കണ്ടിട്ടുണ്ട്. ഇപ്പൊ ലേറ്റസ്റ്റ് ചില ഫിലിമുകൾ പിന്നെ ഇവിടെ ജോലി തിരക്ക് കാരണം കാണാൻ പറ്റിയില്ല. അങ്ങനെ മുമ്പൊരിക്കൽ കോളേജ് അവിടെ സ്കൂളിലെല്ലാം പഠിക്കുമ്പോൾ എല്ലാ പടം കാണും. ഇടയ്ക്ക് വന്ന് വിഷ്ണു എന്തോ പറയുന്നുണ്ടല്ലോ, എനിക്ക് കന്നഡ പഠിക്കണമെന്നോ, എന്താ ആകെ 2 സെന്റൻസ് അറിയാവുള്ളൂ, അതെനിക്ക് പഠിച്ചേ പറ്റൂ. അതാണെങ്കിൽ അവനോട് ഒരിക്കലും മറക്കത്തില്ല, വിഷ്ണു ഒരിക്കലും മറക്കത്തില്ല പറഞ്ഞ സെന്റൻസ്. പുള്ളി ഇന്നലെ വിളിച്ചപ്പോ തന്നെ നിങ്ങൾ കന്നഡ സോങ് ഉണ്ടോ ചോദിച്ചു. ആ സോങ് ഉണ്ട്. എന്തിനാണോ എന്തോ നമുക്ക് ആ പാട്ട് നമ്മുടെ വിഷ്ണുവിന് വേണ്ടി പാട്ട് കൊടുത്താലോ? അതെ, പാടാം. അതല്ലേ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പ്രോഗ്രാമിൽ പാട്ട് ചോദിച്ചു. ഞാൻ ചോദിച്ചു, ചിലപ്പോ അതിക്കും മേലെ കടത്തി വെട്ടാൻ വേണ്ടി ചോദിച്ചായിരിക്കും. അപ്പൊ നമുക്ക് അങ്ങ് പാടി കൊടുക്കാം. അത് ഇപ്പൊ പാടാം. ആ പിന്നെ ഇതിന്റെ മീനിങ് എന്നോട് പറഞ്ഞുതരോ? ഇതിന്റെ നിന്നിന്തലേ എന്ന് പറഞ്ഞാല് നിന്റെ 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 എനിക്ക് കനസ് ശുരുവാക്കിയതാണ് സ്വപ്നം കിട്ടി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു നിന്റെ നിന്റെ മുഖാന്തരം എനിക്ക് റൊമാൻറ്റിക് സോങ് ആണ്. റൊമാൻറ്റിക് സോങ് ആണ്. ബെസ്റ്റ് സോങ് ഫോർ വിഷ്ണു കേട്ടോ. ബെസ്റ്റ് സോങ് ആണ്. വിഷ്ണുവിന് വേണ്ടിയിട്ട് വിഷ്ണുവേട്ടന് വേണ്ടിയിട്ട് സമർപ്പിക്കുകയാണ്. എനിക്ക് സ്പെഷ്യൽ റിക്വസ്റ്റ് ആണ്. ನಿನ್ನಿಂದಲೇ ನಿನ್ನಿಂದಲೇ ಕನಸೊಂದು ಶುರುವಾಗಿದೆ, ನಿನ್ನಿಂದಲೇ ನಿನ್ನಿಂದಲೇ ಮನಸ್ಸೊಂದು ಕುಣಿದಾಡಿದೆ. ಈ ಎದೆಯಲ್ಲಿ ಸಿಹಿಯಾದ ಕೋಲಾಹಲ, ನನ್ನೆದುರಲ್ಲಿ ನೀ ಹೀಗ ಬಂದಾಗಲಿ, ನಿನ್ನ ತುಟಿಯಲ್ಲಿ ನಗುವಾಗ ಹಂಬಲ, ನಾನಿಂತಲ್ಲೇ ಹಾಡಾದೆ ನಿನ್ನಿಂದಲೇ 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 ಕನಸೊಂದು ಶುರುವಾಗಿದೆ, ನಿನ್ನಿಂದಲೇ ನಿನ್ನಿಂದಲೇ ಮನಸ್ಸಿಂದು ಕುಣಿದಾಡಿದೆ.
ഇരുಳಲ್ಲಿ ಜ್ವರದಂತೆ ಕಾಡೀಗ ಹಾಯಾಗಿ ನಿಂತಿರುವೆ ಸರಿಯೇನೋ ಬೇಕಂತಲೇ ಮಾಡಿ ಏನೋ ಮೂಡಿ ಇನ್ನೆಲ್ಲೋ ನೋಡುವ ಪರಿಯೇನೋ ಈ ಮಾಯೆಗೆ ಈ ಮರುಳಿಗೆ ನಿನ್ನಿಂದ ಕಳೆ ಬಂದಿದೆ ನಿನ್ನಿಂದಲೇ ನಿನ್ನಿಂದಲೇ ಕನಸೊಂದು ಶುರುವಾಗಿದೆ ಹೋದಲ್ಲಿ ಬಂದಲ್ಲಿ ಎಲ್ಲ ನಿನ್ನ ಸಂಪಾದ ಚೆಲುವಿನ ಗುಣಗಾನ ಬೀದಿಗೆ ಗರಿಯಂತ ನಿನ್ನ ನೋಟ ನನಗೇನು ಅಂದಂತೆ ಹನುಮಾನ ಕಣ್ಣಿಲ್ಲದೆ ಸದ್ದಿಲ್ಲದೆ ಮುದ್ದಾದ ಕರೆ ಬಂದಿದೆ ನಿನ್ನಿಂದಲೇ ನಿನ್ನಿಂದಲೇ ಕನಸೊಂದು ಶುರುವಾಗಿದೆ ಈ ಎದೆಯಲ್ಲಿ ಸಿಹಿಯಾದ ಕೋಲಾಹಲ ನನ್ನೆದುರಲ್ಲಿ ನೀಗ ಬಂದಾಗಲೇ ನಿನ್ನ ತುಟಿಯಲ್ಲಿ ನಗುವಾಗ ಹಂಬಲ ನಾನಿಂತಲ್ಲೇ ಹಾಳಾದೆ ನಿನ್ನಿಂದಲೇ 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 ಇನ್ನೊಂದು ಶುರುವಾಗಿದೆ ನಿನ್ನಿಂದಲೇ ನಿನ್ನಿಂದಲೇ ಮನಸ್ಸಿಂದು ಕುಣಿದಾಡಿದೆ ആ ഇത് രസമുള്ള പാട്ടല്ലേ? ഇത് രാമചന്ദ്രൻ നല്ലതായിട്ട് എൻജോയ് ചെയ്ത് പാടി കേട്ടോ. ആഹാ. ഇത് സോനു നിഗം സാർ പാടിയ പാട്ടാണ് കന്നഡയിലെ ഹിന്ദി. അപ്പോഴേ കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത് എന്തായാലും പാടിയിട്ടൊക്കെ ഉണ്ടാവും. അതെ അതെ അതെ. ഓക്കെ. ഒരുപാട് ഏത് വർഷമാണ്? ഞാൻ 2005 SSLC കഴിഞ്ഞത്. 2007 മുതൽ ഞാൻ ആ കോളേജിൽ ചേർന്നു. കോളേജ് അതെ അതെ അതെ. അപ്പം പ്ലസ് ആ പ്ലസ് സമയത്ത് വൺ. അതെ അതെ. ആ സമയത്തൊക്കെ ഇറങ്ങിയ പാട്ടുകൾ ഓർമ്മയുണ്ടോ? അപ്പോൾ ഈ മലയാളത്തിൽ ലാലേട്ടൻ്റെ ഒരുപാട് ഹിറ്റ് പാട്ടുകൾ. ഏതാണ്? ഇന്നലെ നമ്മുടെ 2 ദിവസം മുമ്പ് നമ്മുടെ മണിച്ചിത്രത്താള് അതുപോലെ പാട്ടുകൾ. ആ. പിന്നെ ആ ഒരു മണിച്ചിത്രത്താള് ഇറങ്ങിയ സമയം ഉണ്ടല്ലോ, ആ സമയത്താണ് മണിച്ചിത്രത്താഴ്. കോളേജിൽ. അതെ അതെ, മണിച്ചിത്രത്താഴ്. ഓക്കെ. അങ്ങനെ ഒരുപാട് ലാലേട്ടൻ്റെ മമ്മൂക്കൻ്റെ. അതില് അപ്പം അതിൽ ഇവരെ രണ്ടുപേരിലെ ഏറ്റവും ഇഷ്ടമുള്ള ആക്ടർ ആരാണ്? രണ്ടും ഇഷ്ടമാണ്. എന്നാലും ലാലേട്ടനാണ്. ഒരു പടി ലാലേട്ടൻ തോന്നുന്നു. ലാലേട്ടൻ. അപ്പൊ ലാലേട്ടന്റെ ഏതെങ്കിലും ആ ഒരു കാലത്ത് ഇറങ്ങിയ, നിങ്ങളുടെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഇറങ്ങിയ എന്നൊക്കെ കുറെ ഹിറ്റ് ഗാനങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് അല്ലേ? നിങ്ങളുടെയൊക്കെ മനസ്സിൽ കയറി പറ്റിയ കുറെ പാട്ടുകളുണ്ടാവും. റൊമാൻറ്റിക് സോങ്സ് ഉണ്ടായിരിക്കും. കൂടുതലും ലാലേട്ടൻ റൊമാൻറ്റിക് സോങ്സ് ഒക്കെ ഈ പറഞ്ഞൊക്കെ നന്നായിട്ട് അഭിനയിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ആ ഒരു പാട്ട്, ഏതെങ്കിലും ഒരു പാട്ട് മനസ്സിൽ ഇടിച്ചു കയറിയിട്ടുണ്ടോ? ആ ഇടിക്കുന്നുണ്ട് തീർച്ചയായും. ഏതാണ്? ചിത്രത്തിലെ പാട്ടുകളുണ്ട്. പിന്നെ കൂട്ടിൽ നിന്നും ആ ഒരു പാട്ടുണ്ട്. 4 പേര് പാടാവോ? ആ പാടാം. ആ പാടാം. കൂട്ടിൽ നിന്നും മീട്ടി വന്ന പൈങ്കിളിയല്ലേ, തൂവെളിച്ചം കോരി നിൽക്കും പൂക്കണിയല്ലേ, ആകാശം താഴുമ്പോൾ നീഹാരം തൂകുമ്പോൾ കതിരൊളികൾ പകരുന്നോ, ഇരുളലകൾ അകലുന്നോ. കേട്ടോ, ആകാശമൊക്കെ എടുത്തത് കറക്റ്റ് ആയിട്ട് വന്നു വീണു. ആ, വേറെ ഏത് പാട്ടാണ് ലാലേട്ടന്റെ? ലാലേട്ടൻ്റെ പ്രമദവൻ അതുപോലെ പാട്ടുകൾ ഇഷ്ടമാണ്. അത് പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ട്. അത് എന്നാലും പാടാൻ പറയണില്ല, അത് കുറച്ച് ടഫാണ്, പെട്ടെന്ന് നമുക്ക് പാടാൻ പറ്റത്തില്ല. വേറെ കുറച്ച് സിമ്പിൾ ആയിട്ടുള്ളത്. സിമ്പിളായിട്ടുള്ളത് കസ്തൂരി, എൻ്റെ കസ്തൂരി, അതുപോലെ ഡുയിറ്റ് സോങ്, അതെല്ലാം ഇഷ്ടമാണ്.
പിന്നെ രാമായണകാറ്റ്, പിന്നെ ഇതിൽ തന്നെ ഇപ്പൊ പാടാൻ പറ്റിയ ഒരു ഏതെങ്കിലും രാമചന്ദ്രന് ഇഷ്ടമുള്ള ഒരു പല്ലവി, ഈസൈൻ അബ്ദുള്ള എന്നുള്ള ചിത്രത്തിലെ ഒരു അനുപല്ലവി ടു പല്ലവി, അല്ലെങ്കിൽ പല്ലവി അനുപല്ലവി അതല്ല പഠിക്കും. तू बड़ी माशाअल्लाह कहे अब्दुल्ला, तेरा जलवा शोभन अल्लाह, कभी शबनम कभी शोला, मैं मजनू तू है मेरे लैला, दे दे दिल का प्यारा नजराना. तू बड़ी माशाअल्लाह कहे अब्दुल्ला, तेरा जलवा शोभन अल्लाह, कभी शबनम कभी शोला, मैं मजनू तू है मेरे लैला, दे दे दिल का प्यारा नजराना. ട്രാക്ക് വേണം, ട്രാക്ക് ഉണ്ടെങ്കിൽ ഒരു സുഖമുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ മോഹൻലാലിനെ വിട്ട് നമ്മൾ മമ്മൂട്ടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കെൻ്റെ പൊന്നേ പൊന്നമ്പിളി നിന്നെ കാണാൻ കണ്ണായിരം, വിണ്ണിൻ വാർത്തിങ്കളി ഇങ്ങ് താഴെ മാനത്ത് വാ, കൊയിലമ്മ പെണ്ണിൻ്റെ പഞ്ചാര ചുണ്ടിലിൽ പാണ്ട് കാട്ട് കവർന്നു നൽകാം, കങ്കളിലായിരം കൈത്തിരി നീത്തിട കണ്ണാടി പുഴലിൽ ആർമേഘ പൊട്ടുതൊട, പൊന്നേ പൊന്നമ്പിളി നിന്നെ കാണാ കണ്ണായിരം. ഹരികൃഷ്ണൻസ്, മമ്മൂക്ക ലാലേട്ടൻ രണ്ടുപേരും. അതിനകത്ത് ലാലേട്ടനെ വിട്ടിട്ടില്ല. എനിവേ, നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകും. ഏതാണ് ഇനി? ഏത് ലാംഗ്വേജാ പാടാം? ഹിന്ദി പാടാം. ഹിന്ദി ഏതാണ്? ഇതാണ് ദിൽ ഹെ മാനത്താ നഹീ എന്നുള്ളൊരു. दिल है मैं मानता नहीं, दिल है मैं मानता नहीं, मुश्किल बड़ी है रस्मे मोहब्बत, ये जानता ही नहीं. ओ दिल है कि मानता नहीं, दिल है कि मानता नहीं, ये बेकरारी क्यों हो रही है, ये जानता ही नहीं. ओ दिल है कि मानता नहीं, दिल है कि मानता नहीं. दिल तो है चाहे हर पल तुम्हें हम बस यूं ही देखा करे, मर के भी हम ना तुमसे जुदा हो, आ कुछ ऐसा करे, मुझसे समा जा, आ पास आ जा,
कुछ मेरे लिए तूने दिया है नजराना दिल को, हम तो हैं तेरे लिए। ये बात सच है सब जानते हैं, तुमको भी है ये यकीन। दिल है कि मानता नहीं, दिल है कि मानता नहीं। मुश्किल बड़ी है रस्में मोहब्बत, ये जानता ही नहीं। हो दिल है कि मानता नहीं, दिल है कि मानता नहीं। അടിപൊളിയായിട്ട് പാടി, രക്ഷയില്ലാണ്ട് പാടി. ഓ അടിപൊളി. ചില എനിക്ക് തോന്നുന്നു രാമേന്ദ്രന്റെ വോയിസിൽ ഹിന്ദി സൂപ്പറായിരിക്കും കേട്ടോ. ഓ സൂപ്പറായിട്ട് പാടി, നല്ല രസമാണ് കേൾക്കാൻ. അത് അങ്ങനെ അങ്ങനെ തിരല്ലേന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ഇതും ഒരു വൺ ഓഫ് ദ ഹിറ്റ് സോങ് ആണ്, അന്നത്തെ കാലത്തെ നമ്പർ 1 സോങ്. നമുക്കിങ്ങനെ NTV ഒരു അവസരം ഉളക്കി തന്നതിന് വളരെ നന്ദിയുണ്ട്, പ്രത്യേകിച്ച് അനുചേച്ചി. താങ്ക് യു സോ മച്ച്. അയ്യോ ഇത് ഇന്ന് ഇപ്പൊ എന്തായാലും രാമേന്ദ്രനെ വിളിച്ചത് നമ്മുടെ വിഷ്ണു ആണ് കേട്ടോ. ഞാൻ സത്യം പറഞ്ഞ വിഷ്ണു ആണ് രാമേന്ദ്രനെ ഓർത്ത് വെച്ച് വിളിച്ചത്. എനിവേ താങ്ക് യു വിഷ്ണു സോ മച്ച്. കാര്യം ഇത്രയും നല്ല ഒരു ടാലൻ്റ് ഉള്ളൊരു സിംഗർ. ഓഹ് എനിക്ക് ഈ പാട്ട് ഒരു രക്ഷയില്ലാണ്ട് പാടി കേട്ടോ. നല്ല ശ്രുതി ശുദ്ധമായിരുന്നു, അത് കേൾക്കാനൊരു സുഖം ഉണ്ടായിരുന്നു. ഓക്കെ എനിവേ അടുത്ത പാട്ടിലേക്ക് പോകാം. ഏതാണ്? അടുത്തൊരു മാപ്പിളപ്പാട്ട്, മലർക്കൊടി എന്നുള്ളൊരു മാപ്പിളപ്പാട്ട് എനിക്ക് ഇഷ്ടമാണ്. മലർക്കൊടിയേ ഞാനെന്നും പുഴയരികിൽ പോയെന്നും വളർന്നു വരും മൻപുള്ളൊരു പെണ്ണിനെ കണ്ടു. അവളുടെ സുന്ദരമാ കൺകോണിൽ സുവർക്കവും കണ്ട്. മലർക്കൊടിയേ ഞാനെന്നും പുഴയരികിൽ പോയെന്നും വളർന്നു വരും പെണ്ണിനെ കണ്ടു. അവളുടെ സുന്ദരമാ കൺകോണിൽ സുവർക്കവും കണ്ട്. നദീ തീരത്തിൽ സൗന്ദര്യം കാണാനായി വന്നവളാണോ, സ്വപ്ന കന്യകയാണോ? അവളുടെ പുഞ്ചിരിയാലേ എന്നുടെ തടി തളരുന്നേ. മലർക്കൊടിയേ ഞാനെന്നും പുഴയരികിൽ പോയെന്നും വളർന്നു
വളർന്നുവരും മുൻപുള്ളൊരു പെണ്ണിനെ കണ്ടു. അവളുടെ സുന്ദരമാ കൺകോണിൽ സുവർഗവും കണ്ട്. പൊന്നഴകേ വാനിന്നുടെ കവിളിനയിൽ ചുംബനം നൽകിടുവാതെന്നലിനെ അനുവദിച്ചിടല്ലേ. എനിക്കത് സഹിച്ചിടുവാനേ ഒട്ടും കഴിയുകയില്ലേ. മലർക്കൊടിയേ ഞാനെന്നും പുഴയരികിൽ പോയെന്നും വളർന്നുവരും പെണ്ണിനെ കണ്ടു. അവളുടെ സുന്ദരമാ കൺകോണിൽ സുവർഗവും കണ്ട്. മഴവില്ലേ മാനത്തെ കുളിരണിയും നേരത്ത് പറന്നുവരും മാരുതനായി പുഞ്ചിരി തൂകി. അഞ്ചിത കളകളം പാടി നെഞ്ചക മഞ്ചമതിൽ നീ. മലർക്കൊടിയേ ഞാനെന്നും പുഴയരികിൽ പോയെന്നും വളർന്നുവരും പെണ്ണിനെ കണ്ടു. അവളുടെ സുന്ദരമാ കൺകോണിൽ സുവർഗവും കണ്ട്. മലർക്കൊടിയേ ഞാനെന്നും പുഴയരികിൽ പോയെന്നും വളർന്നുവരും മഞ്ചുള്ളൊരു പെണ്ണിനെ കണ്ടു. അവളുടെ സുന്ദരമാ കൺകോണിൽ സുവർഗവും കണ്ട്. ഇത് നന്നായിട്ട് പാടി കേട്ടോ, നല്ലൊരു ഓളം ഉണ്ടായിരുന്നു. ഇതിന്റെ ഓർക്കസ്ട്രേഷൻ ശ്രദ്ധിച്ചാ, ഓർക്കസ്ട്രേഷൻ ടപ്പടാന്ന് പറഞ്ഞുകൊണ്ട് പോകും, പക്ഷെ അതിന് ഇടയിൽ വന്നിട്ട് ലിറിക്സ് വരുമ്പോ കുറച്ച് സ്ലോ ആവും അല്ലേ. പക്ഷെ രസമുണ്ടായിരുന്നു, നന്നായിട്ട് മ്യൂസിക് ഭയങ്കര ഫാസ്റ്റാണ്. അപ്പൊ പറഞ്ഞ് തുള്ളി ഒന്ന് ക്ഷീണിച്ച് വരുമ്പോഴത്തേക്ക് ഒന്ന് റിലാക്സ് ചെയ്യാനുള്ള ഒരു സമയം നന്നായിട്ട് പാടി. ഓക്കെ, ഇങ്ങനെയുള്ള കുറേ മാപ്പിളപ്പാട്ടുകളുണ്ട്. ഇങ്ങനെ എനിക്ക് സത്യമായില്ല ഇത്രയും ഫാസ്റ്റ് നമ്പേഴ്സ് പാടാൻ ഭയങ്കര ബുദ്ധിമുട്ട്. മാപ്പിളപ്പാട്ടിൽ ഭയങ്കര പക്ഷെ ഡിവോഷണൽ അതൊക്കെ കുറേ ഉണ്ട്, ഫാസ്റ്റാണ്. അന്നത്തെ ഹിറ്റാണ് അത്. അന്ന് യുവജനോത്സവ വേദികളിലൊക്കെ സ്ഥിരം പാടുന്ന പാട്ടായിരുന്നു. അങ്ങനെ കുറെ പാട്ടുകളുണ്ട്. ചിലർ വന്ന് ഫാസ്റ്റ് നമ്പേഴ്സ് പാടും, ചിലർ വന്ന് മാപ്പിളപ്പാട്ടിനെ കുറിച്ചാണ് പാടും, ചിലർ വന്ന് സ്ലോ ആയിട്ടുള്ള പാട്ട് പാടും. പക്ഷെ മാപ്പിളപ്പാട്ട് എന്നും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന, അല്ല എല്ലാ ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് ഓഫ് മ്യൂസിക്കാണ്. അപ്പോൾ എനിവേ സൂപ്പറായിട്ട് പാടി കേട്ടോ. അപ്പം ഇപ്പം ഇന്ന് ഇവിടെ രാമചന്ദ്രൻ പാടിയിരിക്കുന്ന എല്ലാ പാട്ടുകളും വെറൈറ്റി സോങ്സ് ആയിരുന്നു. മാപ്പിളപ്പാട്ട്, കന്നഡ സോങ്, തമിഴ് സോങ്, ഹിന്ദി, തമിഴ്, മലയാളം പാടി. ആദ്യം മലയാളം പാടി, പിന്നെ ഇപ്പോൾ ഒരു മലർക്കൊടിയ അത് 2 മലയാളം. വേറെ ഏത് ലാംഗ്വേജിലെ പാട്ടറിയാം? വേറെ അത്രേ ഉള്ളൂ. എണ്ണി പറഞ്ഞു നോക്കി കഴിഞ്ഞാൽ ഒന്നുകൂടെ ആലോചിച്ച് സോങ് ഉണ്ട്, എന്നാലും ഒരു പാടി അല്ല, അത് കേൾക്കാൻ വേണ്ടി. കഴിഞ്ഞ പ്രാവശ്യം തുളു പാട്ട് പാടിയിരുന്നു ഞാൻ. അതെയോ, മറന്നുപോയി, ഒന്ന് പാടി. മോഗ്യത സിംഗാരി ಉಂತು ದೆವಯ್ಯಾರಿ ಯಾನ ಮೂಲೆ ಕಾತ್ತೊಂದುಲ್ಲೆ ಮದತೆ ಪೋಪನ ಓ ಪೊಣ್ಣೆಯನ್ನ ಮೋನೆ ತೂದು ದಾಯೇ ಕೋಪನ ಮೊಕ್ಕೆದ ಸಿಂಗಾರಿ ಉಂತು ದೆವಯ್ಯಾರಿ. എല്ലാം മനസ്സിലായി, ഒക്കെ മനസ്സിലായി. എന്നാലും ഇങ്ങനൊന്നും പറയണ്ടായിരുന്നു കേട്ടോ എന്നോട്, കേട്ടോ.
എന്നാലും ഇങ്ങനെയൊക്കെ വേണമായിരുന്നു. എന്തിനാ എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞത്? എനിക്കൊന്നും മനസ്സിലായില്ല, ഒന്നും മനസ്സിലായില്ല. എന്താണ് അതിന് മീനിങ്? പി ബി ശ്രീനിവാസൻ പാടിയതാണ്. എന്താണ് അതിന് മീനിങ്? അത് അതും ചോദിക്കാൻ സിംഗാരല് ചേലുള്ള സിംഗാരി പറഞ്ഞാല് സുന്ദരി, സൗന്ദര്യായ പെണ്ണ്. അപ്പൊ എന്നെ കുറിച്ച് തന്നെ പറഞ്ഞത്. പിന്നെ അടുത്തത് പറ. ഉന്തുതേ വയ്യാരി, ഇവിടെ നിന്നിട്ടുണ്ട് അങ്ങനെ ഒരു സുഖിപ്പിക്കുകയാണ്. അല്ലെങ്കിൽ അവരെ കുറിച്ച് ഇങ്ങനെ പുകഴ്ത്തി സംസാരിക്കണം. ഇനി ആയിക്കോളൂ ആയിക്കോളൂ. ഓക്കെ, എന്നെ കുറിച്ച് മാത്രമാണ് പറഞ്ഞത്, നിങ്ങൾ ആരെ കുറിച്ചില്ല, എന്നെ കുറിച്ച് മാത്രമാണ് പറഞ്ഞത്. അർത്ഥം അറിയാതെ ആദ്യം കേട്ടത്, ഇപ്പോഴല്ലേ കാര്യം ഇങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലായത്. എനിവേ, സന്തോഷം വന്നതിനും കുറേ നല്ല പാട്ടുകൾ എടുത്ത് പാടിയതിനും കുറേ ലാംഗ്വേജിലെ പാട്ടുകൾ കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കന്നഡ പാട്ടും ഹിന്ദി പാട്ടും സൂപ്പറായിട്ട് പാടി. അടിപൊളിയായിരുന്നു. ബാക്കി എല്ലാം നല്ല പാട്ടുകളായിരുന്നു, പക്ഷെ ഒരു പടിക്ക് മേലെ എനിക്ക് ആ പാട്ടുകളാണ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ നമുക്ക് ഫൈനൽ സോങ്ങിലേക്ക് പോവാം. ഏതാണ് ലാസ്റ്റ് സാജൻ നല്ല പിക്ചറിൽ തുംസെ മിൽനേക്ക് വേറെ പാട്ട് കൊടുത്തിട്ടുണ്ടോ അവിടെ? ഇല്ല, ഇത്രയേ ഉള്ളൂ, 6 പാട്ട്. ഓക്കെ, അപ്പോൾ ഏതാണ് സാജനിൽ? അത് ഹിന്ദി പാട്ടല്ലേ? ഹിന്ദി പാട്ട്. ഓക്കെ, നമുക്കപ്പോൾ ഫൈനൽ സോങ്ങിലേക്ക് പോകാം. ഇന്ന് നമ്മളുടെ കൂടെ രാമചന്ദ്രനായിരുന്നു ഉണ്ടായിരുന്നത്. സൂപ്പർ സിംഗർ, ഒരു രക്ഷയില്ലാത്ത പാട്ട്. ഓക്കേട്ടാ, അത്ര. ഇനിയും ദൈവം അനുഗ്രഹിച്ച് മുന്നോട്ട് പോട്ടെ, ഒരുപാട് പാട്ടുകൾ പാടട്ടെ, സിനിമയിലൊക്കെ പാടട്ടെ. അത്രയും നല്ലൊരു വോയിസ് ഉണ്ട്. അപ്പോൾ ഞങ്ങളങ്ങോട്ട് പോവുകയാണേ, നാളെ കാണാം. ടാറ്റ, ബൈ ബൈ. ഫൈനൽ സോങ് ഹിന്ദി സോങ് കേട്ടോ. तुमसे मिलने की तमन्ना है, प्यार का ही इरादा है, और एक वादा है जानम। तुमसे मिलने की तमन्ना है, प्यार का ही इरादा है, और एक वादा है जानम। जो कभी हम मिले तो जमाना देखेगा अपना प्यार। ओ मेरे यार, ओ मेरे यार, तुमसे मिलने की तमन्ना है, प्यार का ही इरादा है, और एक वादा है जानम। जो कभी हम मिले तो जमाना देखेगा अपना प्यार। ओ मेरे यार, ओ मेरे यार, तुमसे मिलने की तमन्ना है, प्यार का ही इरादा है, और एक वादा है जानम। मैं शायर नहीं, दीवाना नहीं, मैं आशिक नहीं, परवाना नहीं। मैं शायर नहीं, दीवाना नहीं, मैं आशिक नहीं, परवाना नहीं। मिले जब से नजर तब से जाने जिगर, मिले जब से नजर तब से जाने जिगर। मैं हो गया दीवाना, मैं हो गया दीवाना, अब जाने क्या होगा जाने जाना। तुमसे मिलने की तमन्ना है, प्यार का ही इरादा है, और एक वादा है जानम। तुमसे मिलने की तमन्ना है, प्यार का ही इरादा है, और एक वादा है जानम।
क्या पता फिर कहाँ कब मुलाकात हो, तो हसीन से फिर दिल की बात हो। क्या पता फिर कहाँ कब मुलाकात हो, वो हसीन से फिर दिल की बात हो। उसको जैसे हंसी मन देखी नहीं, उसके जैसे हंसी मन देखी नहीं। रोका क्या का जमाना, मैंने दे दिल बताना, मुझको उसे हर भी अपना बनाना। तुमसे मिलने की तमन्ना है, प्यार का इरादा है, और एक वादा है जानम। तुमसे मिलने की तमन्ना है, प्यार का इरादा है, और एक वादा है जानम। जो कभी हम मिले तो जमाना देखेगा अपना प्यार। ओ मेरे यार, ओ मेरे यार, तुमसे मिलने की तमन्ना है, प्यार का इरादा है,